പുതിയ ടെക്നോളജികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. എയുടെ കാര്യത്തിൽ നമ്മൾ അതാണ് പ്രതീക്ഷിച്ചത്, അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ താരങ്ങൾ കോടതിയിലേക്ക് എത്തിയത് അവരുടെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്നു, വീഡിയോകളും മറ്റും നിർമ്മിക്കുന്നു. പലപ്പോഴും കൊമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ തന്നെ അവരുടെ ചിത്രങ്ങൾ അനുമതിയില്ലാതെ വഴി നിർമ്മിച്ച് ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. ഈ പകർപ്പ് അവകാശം പോലെ വ്യക്തിഗത അവകാശങ്ങൾക്കും ഇന്ത്യയിൽ വലിയ നിയമ സംവിധാനത്തിൽ വലിയ വിലയുള്ളതാണ്. അതുകൊണ്ട് അത്തരം അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അക്ഷയ് കുമാറും ഒപ്പം തന്നെ ഹൃത്തിക് റോഷനും ഇപ്പോൾ ഹർജികൾ നൽകിയിട്ടുള്ളത്. അക്ഷയുടെ ഹർജി ബോംബെ ഹൈക്കോടതിയിലും ഹൃത്തിക് റോഷന്റെ ദില്ലി ഹൈക്കോടതിയിലുമാണ് ഇന്നിപ്പോൾ ഹർജികൾ പരിഗണിക്കാൻ പോകുന്നത്. നേരത്തെ ഐശ്വര്യ റോയ്, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ തുടങ്ങി സുനിൽ ഷെട്ടി അടക്കമുള്ള ഒരു നീണ്ട നിര, ജാക്കി ഷ്രോഫ് അടക്കമുള്ള ഒരു നീണ്ട നിര ബോളിവുഡ് താരങ്ങൾ കോടതിയിൽ എത്തിയതാണ്. ആശാ ഭോസ്ലെ പോലുള്ള ഗായകർ, എന്തിന് രത്തൻ ടാറ്റയുടെ പേരിൽ പോലും ചിത്രങ്ങൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചതിനെതിരെ ടാറ്റ ട്രസ്റ്റ് പോലും ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്.